ശ്രീ ശിവദാസൻ, ഇന്നലെ ഇതേക്കുറിച്ച് ഇപ്പോൾ രാജ്യസഭയിലെ CPIM-ൻ്റെ രാജ്യസഭാ ഉപനേതാവ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞ ഒരു വിമർശനം, അതായത് പ്രതിപക്ഷത്തെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാൻ പോലും രാജ്യസഭാ അധ്യക്ഷൻ ശ്രമിക്കുന്നു. പ്രതിപക്ഷത്തോട് പക്ഷപാതപരമായി പെരുമാറുന്നതിനെതിരായ മുന്നറിയിപ്പാണ് ഈ അവിശ്വാസ പ്രമേയം. അപ്പോൾ ഈ അവിശ്വാസ പ്രമേയത്തിൽ 60-ലേറെ MP-മാർ ഒപ്പുവെച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് രാഷ്ട്രപതി കൂടിയായിട്ടുള്ള രാജ്യസഭാ അധ്യക്ഷനെതിരെ അവിശ്വാസ പ്രമേയം വരുന്നത്. അപ്പോൾ ഈ വിധം പ്രതിപക്ഷത്തെ ഒരു ജനാധിപത്യ പാർലമെൻ്ററി മര്യാദയുമില്ലാതെ സമീപിക്കുന്നയാളാണോ രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ? അതാണോ പ്രധാനപ്പെട്ട വിമർശനം? അനുഭവത്തിൽ നിന്ന് താങ്കൾ ആദ്യം എന്തു പറയും? രാജ്യസഭയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള രാജ്യസഭാ അധ്യക്ഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിനെ വിലയിരുത്തി ആ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് 72 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി സഭയിലെ 50-ലധികം അംഗങ്ങൾ ഒപ്പിട്ട് സഭാധ്യക്ഷനിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്ന പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതിനപ്പുറത്ത് അതിനെക്കുറിച്ചൊരു വിശദീകരണത്തിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം 72 വർഷകാലത്തെ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയുടെ രാജ്യസഭയിൽ സഭാധ്യക്ഷനെതിരായി അവിശ്വാസ പ്രമേയം രൂപപ്പെടുക എന്നുള്ളത് എത്രമേൽ ആഴമേറിയ ഒരു പ്രതിസന്ധിയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ടുന്ന കാര്യമില്ല. സഭാധ്യക്ഷൻ നിഷ്പക്ഷമായി ഭരണ പ്രതിപക്ഷത്തിൻ്റെ എന്ന വ്യത്യാസമില്ലാതെ എല്ലാ അംഗങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കേണ്ടുന്ന ഒരാളാണ്. അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി സഭയിലെ അംഗങ്ങൾ ഒരു വിലയിരുത്തൽ നടത്തി. ആ വിലയിരുത്തലിൻ്റെ പ്രതിഫലനമാണ് അവിശ്വാസ പ്രമേയമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യസഭയെയും ലോകസഭയെയും ഇന്ത്യൻ പാർലമെൻറ്റിനെ ആകെ എങ്ങനെയാണ് BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നാം ആലോചിക്കേണ്ടത്. ചർച്ചകളൊന്നുമില്ലാതെ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ നോക്കുന്നു. ചർച്ചകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് നേരെ ഏറ്റവും ശരിയല്ലാത്ത, ഒരിക്കലും ജനാധിപത്യ ഇന്ത്യക്ക് അംഗീകരിക്കാനാവാത്ത നടപടികൾ കൈക്കൊള്ളുന്നു. എല്ലാ വകുപ്പുകളും ജനവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ തുടരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നവർക്ക് സംസാരിക്കാനോ ഇത്തരത്തിലുള്ള തെറ്റുകൾക്കെതിരായി വിമർശനം ഉന്നയിക്കുന്നവർക്ക് സഭയിൽ ഇരിക്കാനോ ഉള്ള അവസരം തന്നെ നിഷേധിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ പ്രതിപക്ഷം എന്നുള്ളത് ഏറ്റവും ശക്തമായി എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോരാടേണ്ടുന്ന ആളുകൾ തന്നെയാണ്. അത് മറ്റൊരർത്ഥത്തിൽ ഡോക്ടർ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാത്തത് കൊണ്ട് രാജ്യസഭാ അധ്യക്ഷൻ ഈ വിധം ആക്ഷേപങ്ങൾക്ക് വിധേയനാകുന്നതാണോ? ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ BJPക്ക് ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? പാർലമെൻറ്റ് എങ്ങനെയാണ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരാലോചിക്കുന്നത്. ആ താല്പര്യം എങ്ങനെയാണ്? അത് ജനാധിപത്യ ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യമല്ല, കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ്. അതുകൊണ്ടാണ് മണിപ്പൂരിലെ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അനുവദിക്കാതിരുന്നത്. അദാനി എന്നുള്ള പേര് പറയുമ്പോൾ തന്നെ ഇടപെടുന്ന ആളുകളെ നാം കാണുകയുണ്ടായി. അദാനി എന്ന പേര് പറയുമ്പോൾ ഇടപെടുന്ന, അതുപോലെ സഭയിൽ ശ്രീ ശിവദാസൻ ഈ സർക്കാരിനെതിരായി വിമർശനം ഉന്നയിക്കുന്ന ഘട്ടങ്ങളിൽ, അതായത് ശിവദാസൻ ഇതേ പ്രശ്നങ്ങൾ ഇതേപോലെ തന്നെ ലോക്സഭയിലും ഉയരുന്നുണ്ട്. എന്റെ ചോദ്യം ഒന്ന് കേട്ടിട്ട്, ഇതേ വിമർശനങ്ങൾ, ഇതേ പ്രശ്നങ്ങൾ രാജ്യസഭയിൽ ഉള്ളതുപോലെ തന്നെ ലോക്സഭയിലുമുണ്ട്. ഈ മണിപ്പൂർ പ്രശ്നമുണ്ട്, അദാനി പ്രശ്നമുണ്ട്, എല്ലാ തരത്തിലുള്ള ഇപ്പോൾ BJP ഉയർത്തിക്കൊണ്ടുവരുന്ന സോറസ് പ്രശ്നമുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം അടങ്ങുന്ന സാഹചര്യം ഉള്ളപ്പോൾ തന്നെ രാജ്യസഭയിലാണ് കുറെ കൂടി ശക്തമായി പ്രതിപക്ഷം രാജ്യസഭാ അധ്യക്ഷനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ലോക്സഭയിൽ നിന്ന് ഭിന്നമായി ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കുറെ കൂടി അസഹനീയമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമല്ലോ. അതേതു വിധമാണ്? ഇത് കേവലം ഒരു വ്യക്തിപരമായ പ്രശ്നമാക്കി ചുരുക്കിക്കെട്ടേണ്ടുന്ന കാര്യമില്ല. ഇത് RSS BJP രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രയോഗവൽക്കരണം വിവിധ രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെതാണ്. രാജ്യസഭയെയും ലോകസഭയെയും നിശബ്ദമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനമാണ് പാർലമെൻറ്റ്.
ആ പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ പ്രസിഡൻറ്റിനും അതുപോലെ രാജ്യസഭാ ചെയർമാൻ ഉപരാഷ്ട്രപതി അദ്ദേഹത്തിനും നിർണായകമായ റോളാണുള്ളത്. പക്ഷേ ഇപ്പോഴാരാണ് രാജ്യസഭയുടെ സെക്യൂരിറ്റി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? പാർലമെൻറ്റിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളിലും പാർലമെൻ്ററി പ്രവർത്തനങ്ങളും എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പാർലമെൻറ്റാണ്. അതിനൊരു സംവിധാനമുണ്ട്. അതിൻ്റെ സെക്യൂരിറ്റി സംബന്ധിച്ച് അവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ട് പാർലമെൻ്ററി സെക്യൂരിറ്റി സർവീസിനെ എല്ലാ അർത്ഥത്തിലും നിഷ്പ്രഭമാക്കി അവിടെ CISF വിന്യസിപ്പിക്കുന്നു. ആ CISF വിന്യസിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പട്ടാള അട്ടിമറിയെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. പട്ടാളം പിടിച്ചെടുത്ത പാർലമെൻറ്റിനെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അകത്തളങ്ങളിലുൾപ്പെടെ ഇന്ത്യയിലെ മിലിറ്ററി സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള പാരാമിലിറ്ററി സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെ കുത്തി നിറച്ച് ആയുധങ്ങളുമായി അവർക്ക് പാർലമെൻറ്റിലും പാർലമെൻറ്റിൻ്റെ പരിസരത്തും എല്ലാ അർത്ഥത്തിലും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുകൾ നടപ്പിലാക്കാൻ പറ്റുന്ന നിലയിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അത്ര നല്ല രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു സമീപനവുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷേ അതിനെതിരായി രാജ്യസഭാ അധ്യക്ഷനെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധ്യതയില്ലല്ലോ. പകരം രാജ്യസഭയ്ക്കകത്ത് പ്രതിപക്ഷാംഗങ്ങളോട് പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം എടുക്കുന്ന ഒരു സമീപനം അത് ലോക്സഭയേക്കാൾ കുറെ കൂടി തീവ്രമായി പ്രതിപക്ഷത്തെ അവഹേളിക്കുന്ന തരത്തിലേക്കോ മുമ്പ് പറഞ്ഞതുപോലെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്ന തരത്തിലേക്കോ മാറുന്നുണ്ടോ? എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ശരത്തിനെ പോലുള്ള ഒരാൾ അത് ഗവൺമെൻറ്റിൻ്റെ കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ വലിയ പ്രയാസം തോന്നുന്നു. എന്തുകൊണ്ടാണ് ആ പ്രയാസം എന്ന് പറഞ്ഞാൽ അതിന് അനുവാദം ആര് കൊടുക്കുന്നു എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇതിനാരനുവാദം കൊടുക്കുന്നു, ആരാണ് അനുവാദം കൊടുക്കേണ്ടത്? അതാണ് അവിടെ പ്രശ്നം. ഞാൻ കേവലമായിട്ടുള്ള ഞാൻ പറഞ്ഞു നിങ്ങൾ വ്യക്തിപരമായി ചുരുക്കിക്കെട്ടരുത്. ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെ, ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങളെ, അത് നമ്മുടെ രാജ്യസഭാ അധ്യക്ഷൻ്റെതാണെങ്കിലും ലോകസഭയിലെ സ്പീക്കറുടേതാണെങ്കിലും പെരുമാറ്റത്തെ വ്യക്തിപരമായി എടുത്തല്ല നാം ചർച്ച ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്, അവരെ നിയന്ത്രിക്കുന്ന, അവരെ ചലിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ചർച്ച ചെയ്യാൻ. അപ്പോൾ പാർലമെൻറ്റിൻ്റെ അകത്തളങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ പട്ടാള സർവീസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് എത്താനും ഇടപെടാനും പാർലമെൻറ്റിൻ്റെ അകത്തളങ്ങളിൽ ഉൾപ്പെടെ അവർക്ക് കടന്നു നിരങ്ങാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ളതൊക്കെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ശ്രീ ശിവദാസൻ താങ്കളിലേക്ക് വരാം.